ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ SDK ഫ്രം എമ സൊല്യൂഷൻ. ഇനി എന്തിനാ വാറ സൊല്യൂഷൻ. മക്കളെ, സാർ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് പുതിയ SSLC വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട ഒരു സംഭവം അല്ലേ. നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ വാർത്തകളിലൂടെയും മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവും. ഒരു കാര്യം ഞാൻ പറയാനുള്ളൂ, 2026-27 ബാച്ചിലെ SSLC വിദ്യാർത്ഥികൾക്ക് സോഷ്യൽ സയൻസിൽ പല കാര്യങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതും അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നുള്ളത് ഈ ഒരു വളരെ കുറഞ്ഞ സമയത്തിൻ്റെ വീഡിയോ കണ്ട എൻ്റെ മക്കൾക്ക് കറക്റ്റായിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരും നോക്കിക്കോട്ടോ. സാർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ 1ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെ പല കാര്യങ്ങളും പഠിച്ചു, നേരെ 10ാം ക്ലാസ്സിൽ എത്തുകയാണ്. 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ നമ്മളിൽ പല ആളുകൾക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. കാരണം നമുക്ക് പല ഭാഗങ്ങളുടെയും ബേസ് അറിയില്ല അല്ലേ, പല പ്രശ്നങ്ങളുണ്ട്. അത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്സിലൊക്കെ കൂടുതൽ ഉണ്ടാവുക. സോഷ്യൽ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമുക്കത് കാണാൻ കഴിയൂല. ബട്ട് ഒരു സോഷ്യൽ പഠിക്കുന്ന കുട്ടിക്ക് പല സമയത്തും ഉണ്ടാകുന്ന ടെൻഷനാണ് അല്ലേ. സാറ് ക്ലാസ് എടുക്കുമ്പോഴൊക്കെ ഓക്കെ ആവും, ബട്ട് വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ എന്താവുന്നില്ല, വേണ്ട പോലെ കിട്ടുന്നില്ല എന്നുള്ളൊരു സംഭവം അല്ലേ. രണ്ടാമതായിട്ടൊരു കുട്ടി പറയുന്നതാണ് എന്ത്, സോഷ്യലിൽ കുറേ ഭാഗങ്ങൾ പഠിക്കാണ്ട് കുറേ ചാപ്റ്ററുകൾ പഠിക്കാനുണ്ട് അല്ലേ. അതേപോലെ ഞങ്ങൾക്ക് ഓപ്ഷൻസും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. പണ്ട് ചോയ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോയ്സ് ഇല്ല. അപ്പോൾ ഇതൊക്കെ ഓരോ കുട്ടിയും ബാധിക്കുന്ന പ്രശ്നമാണ്. അതിലുപരി ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ടോ, ക്വസ്റ്റ്യൻ്റെ പാറ്റേണിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം, എന്തൊക്കെ മാറ്റങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇപ്രാവശ്യം SSLC എഴുതിയ കുട്ടികളുണ്ടല്ലോ, അവരോട് നമുക്കിത് പറയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം SSLC എക്സാമിന്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ ഒരു പബ്ലിക് എക്സാം ഫേസ് ചെയ്തത് ഫസ്റ്റ് ഘട്ടത്തിലാണല്ലോ ബുക്ക് മാറിയിട്ടുള്ളത്. അപ്പോൾ ആ ഘട്ടത്തിലുള്ള കുട്ടികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ പേപ്പറും ക്വസ്റ്റ്യൻ പേപ്പറും അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കി നിങ്ങളോട് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ എക്സ്പ്രഷൻ ചിലപ്പോൾ ഇതുപോലെ ആയിരിക്കും അല്ലേ. അപ്പോൾ എനിക്കെൻ്റെ മക്കളോട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, വളരെ അടിപൊളിയായിട്ട് എൻ്റെ മക്കൾ കേട്ടോ. നമ്മൾ കുറേ ആളുകൾ ഇല്ലേ, നിങ്ങൾ ചിലപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലൊക്കെ എത്തുന്ന സമയത്തായിരിക്കാം അല്ലേ, നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ മാരകമായി ബാധിച്ച ഒരു രോഗമായിരുന്നു COVID-19 അല്ലേ. അത് വന്നതിന് ശേഷമാണ് എൻ്റെ മക്കളെ നിങ്ങൾ ട്രാക്ക് തെറ്റുന്നത് അല്ലേ. മതിയായ രീതിയിൽ സ്കൂളിൽ നിന്നുള്ള വിദ്യാഭ്യാസം കിട്ടാത്തൊരവസ്ഥ വന്നു അല്ലേ. ഫുൾ ഓൺലൈനിലേക്ക് നിങ്ങൾ മാറി അല്ലേ. ഓൺലൈൻ ആണെങ്കിലോ നമ്മൾ ആ പഠിക്കുന്ന സമയത്ത് ഓൺലൈനിൽ എൻഗേജ് ചെയ്യാനോ ഒരു ഫോൺ വേണ്ട പോലെ ഉപയോഗിക്കാനോ കഴിയാത്തൊരു ക്ലാസ്സിലാണ് അല്ലേ, ആ ഒരു പ്രായത്തിലാണ് നിങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിങ്ങൾ ട്രാക്ക് മാറി വന്നു. അങ്ങനെ ട്രാക്ക് മാറി വന്ന കുട്ടികൾക്ക് നേരെ ഇപ്പം നിങ്ങൾ SSLCയിൽ എത്തുമ്പോൾ പുതിയ പുസ്തകങ്ങൾ അല്ലേ, പുതിയ സിലബസ് മാറ്റങ്ങളും നിങ്ങൾക്ക് വന്നു അല്ലേ. അപ്പം നമുക്ക് കുഴപ്പമില്ല, പുതിയ സിലബസ് ആണല്ലോ വന്നത്, വലിയ വിഷയമൊന്നുമില്ല നമ്മൾ കരുതി. ബട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അല്ലേ എന്തുണ്ടായിരുന്നു, ചോയ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പുസ്തകം മാറിയതിന് ശേഷം എന്ത് ചെയ്തു, ചാപ്റ്ററിൻ്റെ ചോയ്സ് മാറ്റി അല്ലേ. ഇപ്പോൾ 21 ചാപ്റ്റർ സോഷ്യലിൽ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊരു 4ഓ 8ഓ ചാപ്റ്ററുകൾ കുട്ടിക്ക് ഒഴിവാക്കാനുള്ള ഒരു അവസരം ഉണ്ട്. ഇനിയിപ്പോൾ അതില്ല. അപ്പോൾ നിങ്ങൾ ചുരുങ്ങിയത് എന്ത് ചെയ്യണം, ചുരുങ്ങിയതെന്നല്ല എന്തായാലും സോഷ്യലിൽ 15 ചാപ്റ്റർ പഠിക്കണം. അപ്പോൾ നോക്കി ഈ പറയപ്പെട്ട ചോയ്സ് നമുക്ക് എന്ത് ചെയ്തു, എടുത്തു കളഞ്ഞു. പിന്നെയുള്ള ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ഫേസ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു എന്തെന്നറിയോ, ഈ ചോയ്സിന്റെ പുറമെ ക്വസ്റ്റ്യൻ പാറ്റേണിന്റെ ഒരു മാറ്റം നല്ല രീതിയിൽ ഇപ്പം നമ്മൾ കണ്ടു ഇല്ലേ. പണ്ടൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും അതേപോലെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതൽ ഉണ്ടായിരുന്നു. ഇപ്പൊ ക്വസ്റ്റ്യന്റെ പാറ്റേൺ തന്നെ മാറി തന്നെ നമുക്ക് പറയാൻ പറ്റും ഇല്ലേ. എന്താ അതിന്റെ യഥാർത്ഥ കാരണം ചോദിച്ചാൽ, നമ്മളൊരു 10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2 ഒക്കെ കഴിഞ്ഞിട്ട് വലിയ കോമ്പറ്റേറ്റീവ് എക്സാമുകളൊക്കെ എഴുതുമ്പോൾ അല്ലേ, നീറ്റോ JEO കീമോ അല്ലെ, അങ്ങനെയുള്ള എൻട്രൻസ് എക്സാമുകളോ അല്ലെങ്കിൽ CA CMA തുടങ്ങിയിട്ടുള്ള എക്സാമുകളൊക്കെ എഴുതുമ്പോൾ നമ്മളെ സ്റ്റേറ്റ് സിലബസിൽ എക്സാം എഴുതിയ കുട്ടികൾക്ക് എന്തോ ഒരു പാളിച്ച വരുന്നുണ്ട്. അപ്പൊ എന്താ, ക്വസ്റ്റ്യന്റെ പാറ്റേണിൽ ഒരു സ്റ്റാൻഡേർഡ് ആവണം എന്നുള്ളൊരു സംഭവമാണ്. അതോടുകൂടിയിട്ട് നമ്മളെ ഗവൺമെന്റ് ഇല്ലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒരു മാറ്റം കൊണ്ടുവന്നു, ക്വസ്റ്റ്യൻ പാറ്റേൺ മാറ്റി. ചുരുക്കി പറഞ്ഞാൽ കൊറോണയ്ക്ക് ശേഷം ട്രാക്ക് മാറി ആകെ താളം തെറ്റിയ വിദ്യാർത്ഥികൾക്ക് ഒരു വലിയ സിലബസ് കൊടുക്കുന്നു. ആ സിലബസിൽ ചോയ്സ് എന്നുള്ളൊരു സംഭവം ഒഴിവാക്കുന്നു. അതിന്റെ പുറമെ പാറ്റേൺ കുത്തി നിറച്ചിട്ട് മറ്റുള്ള രീതിയിൽ പാറ്റേൺ ചേഞ്ച് ചെയ്തിട്ട് ഒരു കുട്ടിയുടെ തലതിരിക്കുന്ന രീതിയിലുള്ള പാറ്റേണുകൾ കൂടി വരികയാണ് അല്ലേ. ഇങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഒരു കുട്ടിക്കുള്ളത്. ഇനി അതിന്റെ പുറമെ അതും കൂടി കുട്ടി സോൾവ് ചെയ്തു, എക്സാം അടിപൊളിയായിട്ട് എഴുതുന്ന കുട്ടിയൊക്കെയും ഇപ്പൊ 2 ദിവസം മുമ്പ് വന്ന വാർത്ത എന്താ, വാല്യുവേഷൻ ടഫ് ആവും എന്നുള്ളൊരു വാർത്തയും കൂടി വന്നു ഇല്ലേ. ഇതൊക്കെ എൻ്റെ കുട്ടികൾ അറിഞ്ഞിട്ടുണ്ടോ. അപ്പൊ നോക്കി ഇപ്രാവശ്യത്തെ വാല്യുവേഷൻ ടഫാക്കി. അപ്പൊ ഇനി നമ്മൾ 2026-27 ബാച്ചിലെ പുതിയ SSLC വിദ്യാർത്ഥികൾക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുക, വാല്യുവേഷൻ ഒക്കെ ഒന്നുകൂടെ ടഫ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത്രത്തോളം എന്താ പറയാ, ഒരു മാരകമായിട്ടുള്ള അങ്ങനെ തന്നെ ഞാൻ പറയും. കാരണം അത്രമേൽ ആയത്തിലുള്ള ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾ കരുതും എന്ത്, 21 ചാപ്റ്ററിന് 17 ആക്കി കുറച്ചല്ലോ സോഷ്യൽ ഇല്ലേ, മാത്രമില്ല അല്ലേ. അപ്പൊ 4 ചാപ്റ്റർ ഒഴിവായല്ലോ, മാഷാഅല്ലാഹ് നല്ല കാര്യം എന്നൊക്കെ പല ആൾക്കാരും അല്ലെ അമ്പലത്തിൽ പോയിട്ടൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ പറയുന്നാലും സമാധാനം ഉണ്ടല്ലോ. പക്ഷെ സമാധാനം കുറവാണ്. കാരണം എന്താ വെച്ചാൽ കണ്ടന്റ് ഒരുപാട് കൂടിയിട്ടുണ്ട്, വലിയ വലിയ കണ്ടന്റുകൾ വന്നിട്ടുണ്ട്. അത് കൊടുക്കുന്നത് ആരാ, ഈ കോവിഡ് കഴിഞ്ഞ് വന്നിട്ടുള്ള കുട്ടികൾക്കാണ് ഇത് കൊടുക്കുന്നതും ഇല്ലേ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ട്രാക്ക് താളം തെറ്റിയ കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ബോധേഡാവണം. ഞാൻ എന്നാ ഹിസ്റ്ററി എടുക്കുന്ന
സോഷ്യൽ എടുക്കുന്ന അധ്യാപകർ 100% അതിലെന്താണ് പറയുക മക്കളെ ബോധേഡാണ്. അപ്പോൾ നോക്കി ഇപ്പൊ അവസാനം പറഞ്ഞ മാറ്റം അല്ലെ, വാല്യുവേഷൻ ക്യാമ്പ് അതും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ടഫാക്കിയിട്ടും അല്ലെ വേണ്ട പോലെ വാരിക്കോരി മാർക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു സംഭവം ഇല്ല. നമുക്കറിയാം പണ്ടൊക്കെ SLC എക്സാമിന്റെ റിസൾട്ട് ഒക്കെ വന്നു കഴിഞ്ഞാൽ പറയും സ്കൂളിലെ കഞ്ഞിച്ചേച്ചിക്കും കിട്ടി A+ അല്ലെ, അങ്ങനെ കളിയാക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ അതിൽ ഞാൻ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള പണിയെടുക്കുകയാണ്. വാല്യുവേഷനൊക്കെ ടഫാക്കുക, പാറ്റേൺ ഒക്കെ മാറ്റുക എന്നുള്ളൊരു സംഭവം. ഇതൊക്കെ മാറി നമ്മളൊന്ന് ഉഷാറായിട്ട് പഠിക്കാനിരുന്നാലോ വലിയൊരു ഭൂഗോളത്തിലെ കണ്ടന്റുകളാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. അപ്പൊ ആ കണ്ടന്റ് പഠിക്കുമ്പോൾ സോഷ്യൽ പഠിക്കുന്ന കുട്ടിക്ക് വേണ്ടിയിട്ട് അല്ലേ ആദ്യം ആ കുട്ടിന്റെ ബ്രെയിൻ ഒന്ന് കത്തിക്കാൻ നമുക്ക് വേണ്ടത് അല്ലെ. അപ്പൊ ഇന്ത്യ മക്കളി ക്ലാസ് വെക്കുന്ന ഈ ഒരു സംഭവം കേൾക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് SDK സാർ പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെ നമുക്ക് സോഷ്യൽ ഒന്ന് സെറ്റ് ആക്കിയിട്ട് അല്ലേ ഒരു ലൈറ്റ്, ഒരു പ്രകാശം വരുത്താൻ പറ്റും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതൊക്കെ ഒരു ഇരുട്ടിൽ അല്ലേ ഇതാക്കിയിട്ടാ പറഞ്ഞത്. ഇനി നമുക്കൊന്നൊരു പ്രകാശം വരുത്തിപ്പിക്കാൻ നോക്കുക, എങ്ങനെ നമുക്ക് സോഷ്യൽ അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. എന്തായാലും സോഷ്യൽ നല്ല ഏത് സബ്ജക്ട് പഠിക്കുന്ന കുട്ടിയും ആദ്യം 3 കാര്യങ്ങൾ ചിന്തിക്കേണ്ടത്. എന്ത്, വാട്ട് ഈസ് ലേൺ, എന്ത് പഠിക്കണം എന്നുള്ളൊരു കാര്യം ആ ഒരു കുട്ടി ആദ്യം മനസ്സിലാക്കണം. 2 ഹൗ ടു ലേൺ, എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു സംഭവം. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഫോർ ഹും ടു ലേൺ, ആർക്ക് വേണ്ടി പഠിക്കണം. ഈ 3 കാര്യം എൻ്റെ മക്കൾ ഓരോരുത്തർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പിച്ചു വെച്ചോ എൻ്റെ മക്കൾക്ക് എക്സാമിന് വേണ്ടിയിട്ട് നല്ലൊരു സ്കോർ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ MS സൊല്യൂഷനിൽ ഒരുപാട് പ്ലാനുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ വാട്ട് ഈസ് ലേൺ, എന്ത് പഠിക്കണം, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈവ് ക്ലാസ്സുകളിലും മറ്റുള്ള സ്കൂളുകളൊക്കെ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ അല്ലേ എടാ ഈ ഭാഗം ഇത്ര തോന്നുന്നുണ്ട്, അതിൽ ഇത്ര പഠിക്കേണ്ട, ആ ഒരു 4 വരി പഠിച്ചാൽ മതി അല്ലേ. 31ാമത്തെ പേജിൽ അല്ലേ ഏകദേശം 28ഓളം ലൈനുകളുണ്ട്, പഠിക്കാൻ വരികളുണ്ട്. ആ 28 വരികളിൽ നിങ്ങൾ പഠിക്കേണ്ടതാകെ 5 വരി മതി അല്ലേ. അപ്പൊ എന്ത് പഠിക്കണം എന്നുള്ളത് ബുക്ക് തുറന്നാൽ ചിലപ്പോൾ ഒരു കുട്ടിക്ക് അറിയില്ല. അപ്പൊ ബുക്കിന്റെ ഉള്ളിൽ കുട്ടിക്ക് നല്ല പരിചയം വേണം. നമ്മൾ പഠിക്കാതിരിക്കുമ്പോൾ ആ പേജിൽ എന്താ കാര്യമായിട്ട് പഠിക്കേണ്ടതെന്ന് പറയാം. അല്ലെ ബുക്ക് മൊത്തം നോക്കുമ്പോൾ എത്ര തോനെ പഠിക്കാണ്ടോ, അപ്പൊ അതിന്റെ മൈൻഡ് എന്ത് ചെയ്തു, ഔട്ടായി. അപ്പൊ മൈൻഡ് ഓൺ ആക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളൊരു കാര്യം ആദ്യം സാർ എന്ത് ചെയ്യണം, ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഹൗ ടു ലേൺ അല്ലെ, പഠിക്കേണ്ട എന്താ മനസ്സിലായി, പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട എന്താ, ഇത് എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു സംഭവമാണ്. എങ്ങനെ പഠിക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ആരാ, നമ്മളെ ഫ്രണ്ട്സ് എങ്ങനെ പഠിക്കുന്നുണ്ടോ അതേപോലെ നമ്മൾ പഠിച്ച് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്നില്ല, ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. ചില ആളുകൾ കാണാപ്പാടം പഠിക്കുന്നവരുണ്ടാവും അല്ലേ, ചില ആളുകൾ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് നോട്ടിലിട്ട് പഠിക്കുന്ന ആളുകളുണ്ടാവും അല്ലേ, എഴുതി പഠിക്കണവരുണ്ടാവും. ചില ആളുകൾ ഉച്ചത്തിൽ പറഞ്ഞ് പഠിക്കണവരുണ്ടാവും. ചില ആളുകൾ വീടിൻ്റെ വാതിലൊക്കെ കുത്തിയിട്ടിട്ട് അല്ലേ പരസ്പരം എന്ത് ചെയ്യും, അവിടെ വീട്ടിലുള്ള മറ്റുള്ള ചെയറോ അല്ലെങ്കിൽ മറ്റുള്ള ഈ പറയപ്പെട്ടിട്ടുള്ള അലമാര അങ്ങനെ തുടങ്ങിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോട് സംസാരിച്ചിട്ട് എന്ത് ചെയ്യും, പഠിപ്പിക്കും അല്ലേ. അങ്ങനെ സ്വയം പഠിക്കുന്ന ആളുകൾ ഉണ്ടാവും. ചില ആളുകൾ ട്രിക്സും കോഡുകളൊക്കെ ഉപയോഗിച്ച് പഠിക്കുന്നുണ്ടാവും. സോഷ്യലിൻ്റെ കുട്ടിയൊക്കെ എങ്ങനെ പഠിപ്പിക്കണം എന്ന് സാർ എന്ത് ചെയ്യും, പറഞ്ഞു തരും. അതിൻ്റെ മക്കൾ എന്ത് ചെയ്യേണ്ട അറിയോ, ഇന്നത്തെ ലൈവിൽ വന്നാൽ മതി. ഇന്ന് 7 മണി മുതൽ 7:30 വരെ സോഷ്യൽ എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു ഓറിയന്റേഷൻ ലൈവ് സാർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മക്കളെല്ലാവരും ലൈവിൽ വാ, കാര്യങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്തു തരാം, അളന്ന് മുറിച്ച് സാറിൻ്റെ മക്കൾക്ക് പറഞ്ഞു തരും. അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഇനിയിപ്പോൾ നമ്മൾ എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നൊക്കെ മനസ്സിലാക്കിയാലും അവസാനമായിട്ട് നമുക്കൊരു ചോദിച്ചിട്ടുണ്ട്, ഫോർ ഹും ടു ലേൺ, ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് പഠിക്കേണ്ടത് അല്ലേ. എടാ നമ്മൾ പറയും നമ്മൾ അമ്മക്ക് വേണ്ടിയിട്ടാണല്ലോ പഠിക്കേണ്ടത്, അല്ല, നമ്മൾ ആർക്ക് വേണ്ടി പഠിക്കണം എന്നുള്ളത് ഞാൻ വീണ്ടും പറയാണ്, നമ്മൾക്ക് വേണ്ടിയിട്ടല്ല പഠിക്കേണ്ടത്, വേറെ ആർക്കോ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. നിർബന്ധമായിട്ട് അങ്ങനെ തന്നെ ഞാൻ പറയും. കാരണം അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പഠിക്കാനും കഴിയും. അപ്പോൾ അത് ഇതിൻ്റെ രണ്ടിൻ്റെയും സാധനങ്ങൾ കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യാ, ഇന്ന് രാത്രി 7 മണിക്ക് എല്ലാവരും ലൈവിൽ വരിക. ലൈവിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. മാക്സിമം ആൾക്കാർ എന്ത് ചെയ്യും, ഇപ്പോൾ തന്നെ ലൈവ് ലൈക്ക് ചെയ്ത് നോട്ടിഫൈ എനാബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ലൈവിലെത്താൻ പറ്റും. അപ്പം പിന്നെ മക്കൾ എന്ത് ചെയ്യുക, മാക്സിമം ഇന്നത്തെ ലൈവിലെത്തുക. ഇങ്ങോട്ട് നോക്കി നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ല നല്ലൊരു മാർക്ക് കൂടെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇതാ MS സൊല്യൂഷൻ നിങ്ങൾക്ക് 4 ബാച്ചാണ് തരാൻ പോകുന്നത്. ഒന്നുകൂടെ നോക്കി, ഒരു ബേസ് ബാച്ച് ഉണ്ട്, മെയിൻ ബാച്ച് ഉണ്ട്, മെറ്റീരിയൽ ബാച്ച് ഉണ്ട്, പ്രീമിയം ബാച്ച് ഒക്കെ ഉണ്ട്. കിട്ടിയോ? ഇതിൽ നമ്മളെ പ്രീമിയം ബാച്ച് ഞാൻ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുള്ളൂ. കാരണം ഫുൾ A+ കിട്ടണം എന്ന് ആഗ്രഹമുള്ള കുട്ടിയാണോ മക്കളെ, കൂട്ടി വെച്ചോ, എഴുതി വെച്ചോ, ജോയിൻ ചെയ്തോ. നിങ്ങൾ പ്രീമിയം ബാച്ചിൽ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞാണ്ടല്ലോ ഒരു പൊളി നിങ്ങൾക്ക് വിളിക്കാൻ കഴിയും. കാരണം നമ്മൾ പ്രീമിയം ബാച്ചിൽ അഡ്മിഷൻ എടുത്ത് ആദ്യം ക്ലാസ്സിൽ കൊടുക്കുക, ആ കുട്ടിൻ്റെ ബ്രെയിൻ മൊത്തത്തിലൊന്ന് ടെസ്റ്റ് ചെയ്യും, ഒരു എക്സാം ഒക്കെ നടത്തിയിട്ട് അതിൽ ആ കുട്ടിൻ്റെ വീക്ക് പോയിന്റ് കണ്ടെത്തി അതിന് സൊല്യൂഷൻ കണ്ടെത്തിയതിന് ശേഷം മാത്രം കുട്ടിക്ക് നമ്മൾ ബാച്ച് പ്രൊവൈഡ് ചെയ്യുള്ളൂ. അങ്ങനത്തെ ബാച്ചാണ് നമ്മളെ പ്രീമിയം ബാച്ചൊക്കെ. കിട്ടിയോ? അപ്പം മാക്സിമം ആൾക്കാർ പ്രീമിയം ബാച്ചിൽ ജോയിൻ ചെയ്യുക. അല്ല എന്നെ കൊണ്ട് പഠിക്കാൻ കഴിയും, സ്കൂളിൽ ഓൾറെഡി നല്ല അടിപൊളി മാർക്കാണ് എനിക്കുള്ളത്, പിന്നെ എനിക്ക് അത്രയും കോൺഫിഡൻസ് ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യുക ബേസ് ബാച്ചോ മെയിൻ ബാച്ചോ. അല്ല എനിക്ക് മെറ്റീരിയലിലെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെറ്റീരിയൽ ബാച്ചിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡീറ്റെയിലിന് വേണ്ടിയിട്ട് 7 മണിക്ക് ലൈവിൽ വരിക. ഏഴരക്കുണ്ടല്ലോ സോഷ്യലിൻ്റെ പാർട്ട് 1, എങ്ങനെ നമ്മൾ സോഷ്യൽ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഫസ്റ്റ് ചാപ്റ്ററിൽ എന്തൊക്കെയുള്ളത് വളരെ വൃത്തിയിൽ വ്യക്തമായിട്ട് എന്ത് ചെയ്തു തരും, സാറ് പറഞ്ഞു തരും. എൻ്റെ മക്കളെല്ലാവരും എന്ത് ചെയ്തോ ലൈവിൽ വരണം, നമുക്ക് അവിടെ സെറ്റ് ആക്കാം കേട്ടോ, എല്ലാവരും ഉഷാറാക്കാം കേട്ടോ.